ശ്രീ ജയചന്ദ്രൻ, അങ്ങനെയെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ അത്ര നീതിമാനായ ഉദ്യോഗസ്ഥനെങ്കിൽ അദ്ദേഹത്തെ ആര് ചതിച്ചു? അദ്ദേഹം എങ്ങനെ ഈ കേസിൽ ഉൾപ്പെട്ടു? അദ്ദേഹം എങ്ങനെ ജയിലിലായി? അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ പറയേണ്ട ഉത്തരവാദിത്വം എനിക്കല്ലല്ലോ. അറസ്റ്റിലായിട്ടുള്ള വാസു SIT ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയും. ഹൈക്കോടതിയിൽ വരുമ്പോൾ വിചാരണ നടക്കും, ക്രോസ് നടക്കും, കാര്യങ്ങൾ നടക്കും. അന്ന് എന്റെ പണിയല്ലല്ലോ. വാസു എങ്ങനെ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടോ? ഇതൊന്നും എന്റെ പണിയല്ല. ഞാൻ അതൊന്നും പറയാനിരിക്കുകയല്ല. അത് അത്ര ചോദ്യങ്ങൾ കഴിയില്ല. അത് പറയാം. താങ്കൾ എന്താ പറഞ്ഞല്ലോ, പിന്നെ ഗുണദോഷങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ആ പണിയൊന്നും എനിക്കില്ല കേട്ടോ. അങ്ങനൊന്നും ആക്ഷേപിക്കുകയും വേണ്ട, ന്യായീകരിക്കാനിരിക്കുക. അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുത്തിയിട്ട് അങ്ങനെ അപഹസിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതും മാന്യതയല്ല എന്ന് മാത്രമേ ഞാൻ ചുരുക്കി പറയുന്നുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ചോദ്യത്തിലേക്ക് വരാം. വാസുവിന്റെ കാര്യത്തിൽ വാസുവെന്നല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, പത്മകുമാറിന്റെ ബോർഡിന് ഇക്കാര്യത്തിലുള്ള പങ്ക് കൂടുതൽ വിശദമായി അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിലേക്ക് എത്തുക തന്നെ ചെയ്യും SIT എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ആരാണെങ്കിലും, പത്മകുമാറാണെങ്കിൽ പത്മകുമാർ, വാസു ആണെങ്കിൽ വാസു, ഇനി മറ്റാരെങ്കിലും ആണെങ്കിൽ, മന്ത്രിമാരുടെ പേര് പറയുന്നുണ്ടല്ലോ, അവരാണെങ്കിൽ അവര് ഇപ്പോ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശാന്ത് ആണെങ്കിൽ പ്രസിഡന്റിന്റെ ബോർഡ് അടക്കമുള്ളവർ വിചാരണ ചെയ്യപ്പെടണമെന്നേ. ഇത്തരത്തിലുള്ള അഴിമതിയും അന്യായവും ഒന്നും ശബരിമലയിൽ നിന്നല്ല, സമൂഹത്തിലെ ഒരു തുറയിലും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. അപ്പൊ അത്തരം കാര്യത്തിൽ ഹൈക്കോടതി കാണിക്കുന്ന ജാഗ്രത, അതിലൊക്കെ വിമർശനമായിരുന്നല്ലോ. ഹൈക്കോടതി ഇങ്ങനെ ചെയ്താൽ പിടിക്കപ്പെടുന്നു, ഗവൺമെന്റിന്റെ അധികാര കേന്ദ്രങ്ങൾ ഗവൺമെന്റ് കീഴിൽ ശമ്പളം വാങ്ങുന്നത്, ഇതിനൊക്കെ എത്രയോ ചർച്ചകൾ നടന്നതാണ്. അതൊക്കെ നമ്മൾ കണ്ടതുമാണ്. അതൊക്കെ ഇരുന്നോട്ടെ. അപ്പൊ ഏതായാലും പിടിച്ചു വാസുവിനെ അടക്കം അറസ്റ്റും ചെയ്തു. ഹൈക്കോടതിയുടെ മേൽനോട്ടവുമുണ്ട്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ അത് അതിൻ്റെതായ വഴിയിൽ നടക്കും. വാസു കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടും, കുറ്റക്കാരനല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത് ആ സമയത്ത് കോടതി തീരുമാനിക്കും. ആ നിലയിലാണ് ഞാൻ കാണുന്നത്. അതാണ് വേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ M. ജയചന്ദ്രൻ. രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന്.